ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെത്തോലി കൊഴുവാന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണേ. അത് നമുക്ക് വറ്റിക്കുകയും ചെയ്യാം, കൊഴുവ പീര വയ്ക്കാമെന്ന് പറയില്ല, അതും കൂടി ചെയ്യാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വറ്റിക്കുകയാണ്. അതിന് വേണ്ടി 3 കുടപ്പുളി എടുത്തു, പിന്നെ ഒരു തക്കാളി, പിന്നെ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തു. ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം, വെളുത്തുള്ളി അരിയണം. പിന്നെ നമ്മൾ തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളത് അരച്ചെടുക്കാണ്ട് ചെയ്യണേ, പേസ്റ്റാക്കിയിട്ടാണ് കേട്ടോ അതിൽ വയ്ക്കണേ. അപ്പം നല്ല ഗ്രേവിക്ക് നല്ല തിക്കായിരിക്കും. പിന്നെ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചു, വെളുത്തുള്ളി ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു. നമ്മൾ അടുപ്പ് ഉണക്കിയിട്ട് ആദ്യം തന്നെ ഇതൊക്കെ മൂപ്പിച്ചെടുക്കണം. അതിന് മുമ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ ഉലുവ 2 ഉണ്ട്, കുറച്ച് മണിയെടുത്ത് പൊടി ഒന്ന് പൊട്ടണം. അതിന് ശേഷമായിട്ട് ഇത് തന്നെ. അപ്പോൾ ഒരു കൊഴുപ്പൊക്കെ വരാൻ നല്ലതാണ്, പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കറിക്ക്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യണേ. അത് ഉലുവ ഇടുന്നത് ഞാൻ പണ്ട് വീട്ടിലൊക്കെ ഇറന്നപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെ വന്ന പിന്നെയാണ് ഉലുവയൊക്കെ മീൻ കറിയിലിടുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉലുവ മീൻ കറിയിലിടാൻ തുടങ്ങിയത്. അപ്പോൾ ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടും. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ചുവന്നുള്ളി ഇടും കേട്ടോ. ഈ നത്തോലി എന്ന് പറയുന്ന പേര് ഞാൻ കിട്ടത് നമ്മളൊരു സിനിമ ഉണ്ടാവുന്നില്ല, അതിന് ശേഷമാണ് ഈ കൊഴുവയ്ക്ക് നത്തോലി എന്നുള്ള പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ നത്തോലി എന്ന് തന്നെയാണ് പറയാറ്. കൊഴുവാന്ന് ഇവിടെ പ്രാദേശിക ഭാഷ പോലെ, നാട്ടുഭാഷ പോലെ ഇടയ്ക്ക് പറയും. അങ്ങനെയുണ്ട്. ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇതിൽ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. നല്ല പ്രോട്ടീനുണ്ട് ഇതിൻ്റെ മുള്ളോട് കൂടി കഴിക്കണമെന്നാണ് പറയണത്. എല്ലാവരും മുള്ളോട് കൂടി കഴിക്കും, പക്ഷെ ഞാൻ അൽപ്പി കൊടുക്കുമ്പോൾ അതിൽ മുള്ള കഴിക്കാൻ ഇത്തിരി അവൻ കഴിക്കാനായിട്ട് കൂട്ടാക്കില്ല കേട്ടോ. പക്ഷേ മുള്ളോട് കൂടി കഴിക്കുന്നത് ഞങ്ങൾ കഴിക്കും. അങ്ങനെ ഇത് ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി കൊടുത്തപ്പോൾ ആൾക്ക് വലിയ ഇഷ്ടമായി. ഇത് കറി വെച്ചത് അവന് ഇഷ്ടമായി, പിന്നെ പീര വറ്റിച്ചതും ഇഷ്ടമായിട്ടോ. അപ്പോൾ അവൻ പറയണം, അവനപ്പോഴും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ സ്മെല്ലും ഈ പച്ചവെളിച്ചെണ്ണയൊക്കെ ഇടുമ്പോൾ പീര വറ്റിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയായിരിക്കും വരണം. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായി. അവൻ നല്ല ടേസ്റ്റിന് വന്നു. അപ്പോൾ പറഞ്ഞു, അത് ഇത് പറ്റിക്കാനാണ്, അമ്മ ഉടായിപ്പാണ്, ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ രണ്ടിൻ്റെ രുചി വേറെയാണ്. അപ്പോൾ അതെനിക്ക് വലിയ ക്രെഡിറ്റ് ആയിരുന്നു അവനെ പറഞ്ഞപ്പോൾ. എന്താ വെച്ചാൽ വറ്റിച്ചതിന് വേറെ രുചി, രണ്ടും ഒരേ സാധനം തന്നെയാണെങ്കിലും പക്ഷേ പീര വറ്റിച്ചതിനും കൊഴുവപ്പീര ഉണ്ടാക്കിയതിനും വേറെ രുചി. അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവനതൊരു ക്രെഡിറ്റ് ആവുന്നു എനിക്കത്, അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ. ചേട്ടനും ഇഷ്ടമായിരുന്നു. കൊഴുവപ്പീര ഞാൻ അധികം വച്ചിട്ടുണ്ടാകുന്നില്ല, അപ്പോൾ ഈ പ്രാവശ്യം ഇത്തിരി കൂടുതൽ കിട്ടിയ പോലെ എനിക്ക് തോന്നി. അതായത് മീൻ അപ്പോൾ എല്ലാം കൂടി കറി വെച്ചാൽ പിന്നെ അടുത്ത ദിവസത്തേക്കൊക്കെ വരും. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ തീർക്കാമെന്നുള്ള വീട്ടിൽ അതെടുത്തതാണ് കേട്ടോ. അപ്പോൾ മീൻ കറി വെച്ചപ്പോൾ കുറച്ചുണ്ടായപ്പോൾ കറിയിലേക്ക് ഇട്ടില്ല. ഞാൻ കൊഴുവ പീര വറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടു, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. വേറെ പൊടികളൊന്നും അധികം ഇട്ടില്ല. പിന്നെ ഉപ്പിട്ടിട്ട് പിന്നെ ആ പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി ഇട്ടു കേട്ടോ. പിന്നെ ഈ കൊഴുവ എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒമേഗ 3ൻ്റെ കൊഴുപ്പില്ലേ, അത് മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഈ കൊഴുവ് എടുക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒരു കൊഴുപ്പുണ്ടാവും. നല്ല കൊഴുപ്പെന്ന് പറഞ്ഞാൽ നല്ലൊരു നെയ്യ് നന്നായിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണെന്ന് പറയും. വൈറ്റമിൻ 12 അതിൽ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനൊക്കെ വളരെ സഹായിക്കും ഇത്. ചെറു മത്സ്യങ്ങളാണ് കഴിക്കാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത് ചെറു മത്സ്യങ്ങൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയണേ. അങ്ങനെ കൊഴുവയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ എത്ര കിട്ടിയാലും കുഴപ്പമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കൊഴുവ ആദ്യം വാങ്ങാൻ എനിക്ക് മടിയാവും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾ കൊഴുവൊന്നും നന്നാക്കി തരില്ല. പക്ഷെ ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ ഒരു ഫിഷ് മാർട്ട് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ ഒരു 4-5 ആൾക്കാർ ഓൺ ദി സ്പോട്ടിൽ നന്നാക്കാനുണ്ട്. എത്ര ചെറിയ മീനാണെങ്കിലും അവർ നന്നാക്കി തരും, കൊഴുവ, ചാള, അതൊക്കെ. പക്ഷെ ഞങ്ങളുടെ അടുത്തുള്ള ആളുകളെന്ന് വെച്ചാൽ കൊഴുവൊക്കെ നന്നാക്കാൻ ഇതെന്തിനാ നന്നാക്കണമെന്നുള്ള വീട്ടിൽ നന്നാക്കാനോ എന്ന് പറഞ്ഞൊരു കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവരെന്ന് വെച്ചാൽ എത്ര ഇതാണെങ്കിലും നമ്മൾ ഇത്തിരി നേരത്തെ പറഞ്ഞാൽ പിന്നെ അവർ റെഡിയാക്കി വെച്ച് പിന്നെ നമുക്ക് കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം.
അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങനെ വാങ്ങാണ്ട് പതിവ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മീനൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങണേ, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ മീൻ വാങ്ങുള്ളൂ. ഇപ്പോൾ ഞാൻ അതുകൊണ്ട് എപ്പോഴും വാങ്ങും. എന്താ വെച്ചാൽ നന്നാക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മുടെ ഏറ്റവും അവസാനം ഇവിടെ കൊടുന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് കഴുകി വരിയെടുത്താൽ മതി. അങ്ങനെയുണ്ട്, അവർ നന്നാക്കി വൃത്തിയിൽ തരും. അതുകൊണ്ട് എനിക്കതുകൊണ്ട് കൊഴുവയൊക്കെ കിട്ടുമ്പോൾ ഇപ്പോൾ കൊഴുവ വാങ്ങാനും ഇഷ്ടം. അതുകൊണ്ട് നന്നാക്കേണ്ട ഒരു ഇതില്ല. അല്ലെങ്കിൽ നമ്മളൊരു ദിവസം നമ്മൾ കൊണ്ടുവന്നാൽ 1 കിലോ ഒക്കെ വാങ്ങാണ്ടും പറ്റില്ല. അത് കൊണ്ടുവന്നാൽ പിന്നെ നമ്മളത് നന്നാക്കി നമ്മൾക്ക് വയ്യാണ്ടാവും ഒറ്റയ്ക്ക് നന്നാക്കിയിട്ട്. ഇതിപ്പോൾ അവർ നന്നാക്കി വരുമ്പോൾ എനിക്ക് അതുകൊണ്ട് മീൻ ചാളയും നന്നാക്കാൻ കുഴപ്പമില്ല, അവരെ നന്നാക്കി തരും, എല്ലാ മീൻ നന്നാക്കി തരും. അങ്ങനെ ഈ മീൻ കറി റെഡി ആയിട്ടോ. 3 കുടംപുളി ഇട്ടു ഇതിൽ, കുറച്ച് വറ്റിച്ചിട്ടല്ലേ. അതിന് ഇത്തിരി ഏറ്റവും അവസാനം ഇത്തിരി ഞാൻ ചുവന്നുള്ളിയും കൂടി താളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക രുചി, നല്ല ഇത് ശരിക്കും വറ്റിച്ചാണ് എടുത്താണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അതിലേക്ക് ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചിടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യാനായിട്ട് എടുത്ത് വെച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തു. ഇതിലേക്ക് ഉണ്ട് കേട്ടോ. എന്നിട്ട് അത് മൂടി വയ്ക്കണം. അപ്പോൾ ആ സ്മെല്ലും ആ രുചിയൊക്കെ അതിലേക്ക് പെട്ടെന്ന് കയറി പിടിക്കും. ഇപ്പം ഇങ്ങനെ വറ്റിച്ച് ഇങ്ങനെ ചൂടോടെ ഇരിക്കുമ്പോഴില്ലേ, പെട്ടെന്ന് തന്നെ മൂടി വെച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി വരും ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ. ആ സ്മെല്ലും എവിടേക്കോ ഇപ്പോൾ കാച്ചി വയ്ക്കണമാരൊക്കെ എവിടെ പോയി ഏത് റോഡിൽ കൂടെ പോണവർക്കടക്കം കിട്ടും. അത്ര ടേസ്റ്റ് ആയിരിക്കും ഇതിന് കറിക്കിട്ടാ. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കണം. പിന്നെ കൊഴുവ കുറച്ച് വേണ്ട, വളരെ കുറച്ച് കൊഴുവുള്ളൂ, അതുകൊണ്ട് ഞാൻ പേരെടുക്കണേ. അപ്പോൾ ചുവന്നുള്ളി എടുത്തു, ഇഞ്ചി വെളുത്തുള്ളി കുറച്ചെടുത്തു, പച്ചമുളക് 2-3 എടുത്തു, പിന്നെ ഇച്ചിരി ഒരു പിടി കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, ആ തേങ്ങ എടുത്തു, ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുടംപുളിയാണ് എടുത്തേക്കണേ. വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു, അതിന് ചുവന്നുള്ളി ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടു. അതൊക്കെ കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി ചുവക്കണ്ട, ഒരു ഏകദേശം ഒന്ന് വാടിയാൽ മതി കേട്ടോ. ഇത് എന്താ വെച്ചാൽ ഇതിൻ്റെ ആ പച്ച പോലെ കളറിൽ കഴിക്കണതായിക്കോട്ടൊന്നും ടേസ്റ്റ് വരണേ. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇത്തിരി വേപ്പില ഇടണം. പിന്നെ നമ്മുടെ കുടംപുളി ഒരെണ്ണം എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി എടുക്കണം. ആദ്യം കുടംപുളി ഇപ്പോൾ ഉണക്കിയോടെ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ കുടംപുളി ഇത്തിരി വെള്ളത്തിൽ ഒന്ന് കഴുകി അതിൻ്റെ കറുപ്പ പുകയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പുകയുടെ കറയൊക്കെ ഉള്ളത് ഒന്ന് കളയും. എന്നിട്ട് നല്ല വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് അത് കുതിരാൻ വേണ്ടി എടുത്ത് വയ്ക്കും. എന്നിട്ടാണ് എടുക്കണേ. അപ്പോൾ നമ്മുടെ കുടംപുളി നന്നായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ ഇത്തിരി മുളക് പൊടി ഇട്ടുള്ളൂ, എന്താ വെച്ചാൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, വളരെ കുറച്ച് മുളക് പൊടി ഇട്ടു, ആ കളറൊന്ന് മാറാനും കൂടി. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം, ഇപ്പോൾ കറികൾക്കൊക്കെ ചൂടുവെള്ളം നമ്മൾ എടുത്ത് വയ്ക്കണത് ചൂടുവെള്ളം, ആറിയ ചൂടുവെള്ളം ഒഴിക്കണതായിക്കോട്ടെ നല്ലത്. അല്ലെങ്കിൽ പച്ചവെള്ളം നമ്മൾ നേരിട്ട് ഒഴിച്ചാൽ എത്ര നമ്മൾ തിളപ്പിച്ചാലും ഒരു പച്ചക്കുത്ത് വരും. അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളം ഉള്ള ചൂടുവെള്ളം ഇത്തിരി എടുത്ത്, എന്ത് കറിക്കായാലും ഇപ്പോൾ ചാറ് കൂട്ടാനായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കണതായിക്കോട്ടെ എപ്പോഴും നല്ലത്. അങ്ങനെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിനധികം വേവും വേണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെയാവും ഇത്. എല്ലാ സാധനങ്ങളും അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാവട്ടെ ഇത് രണ്ടും. അപ്പം തന്നെ ഓൺ ദി സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയത്, എന്ന് വെച്ചാൽ ഇത് വേഗം ആവും. ഇതിനധികം സമയവും വേണ്ട, പിന്നെ വളരെ കുറച്ചല്ലേ നമ്മൾ എടുക്കണുള്ളൂ. അപ്പോൾ എല്ലാ സാധനങ്ങളും ക്വാണ്ടിറ്റിയിൽ എല്ലാം കുറേശ്ശെ മതി താനും, അപ്പോൾ പെട്ടെന്നാവും. ഈ കൊഴുവയുടെ ഈ പീര വെച്ചത് കഴിക്കാൻ, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും അവസാനം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും ചെയ്തിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യണമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ആ കുടംപുളി ഞാൻ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഇതിലിട്ടേക്കണേ. പിന്നെ ഈ കൊഴുവെടുത്തു, അത് ബാക്കിയുണ്ടായി കൊഴുവെടുത്ത് ഇതിലിട്ടു. പിന്നെ അതൊന്ന് വേവിക്കാന്ന് പറഞ്ഞാൽ കുറച്ച്, പിന്നെ ആ തേങ്ങ നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, തേങ്ങ ചിരകിയത്, അതും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കുക. എന്നിട്ട് തിളച്ച ആ വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടി പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ വറ്റി കഴിയുമ്പോൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണ വയ്ക്കുക, ഇതൊന്ന് ഇളക്കി വയ്ക്കുക, പിന്നെ മൂടി വയ്ക്കണം കേട്ടോ, ആ സ്മെല്ല് കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ.
ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.